ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കടച്ചക്ക കിട്ടി. ഇതിൻ്റെ മരം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ അല്ലാട്ടോ, അടുത്ത വീട്ടിലെയാ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കടച്ചക്കക്കറി ഉണ്ടാക്കാമെന്ന്. വറുത്തരച്ച ചക്കക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിനായിട്ട് ഒരു ചക്ക മുഴുവൻ തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തണ്ട് മുറിച്ച് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചെറിയ കഷ്ണാക്കിയിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്. നടുക്കുള്ള കട്ടിയുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളത്തിലാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. ഇതിന് ഞങ്ങൾ കടച്ചക്ക എന്നാ പറയുക. ശീമച്ചക്ക എന്നും ബ്രെഡ് ഫ്രൂട്ട് എന്നൊക്കെ പറയും. എല്ലാം ഒന്ന് തന്നെയാട്ടോ. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയിലേക്ക് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ഇതെല്ലാം മുറിച്ചിട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾ ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പുപൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചക്ക വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ചെറിയുള്ളി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്കായ, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ മാറ്റി വെക്കാം. തണഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കറി നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് വറവ് റെഡിയാക്കാം. അതിനായിട്ട് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് അല്പം കടുക്, അല്പം വറ്റൽ മുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറിയുടെ അതേ സ്റ്റൈലിലുള്ളൊരു അടിപൊളി കറിയാണിത്. ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി തരിക. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.